അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റ് ഇഡലിയും ഹോട്ടൽ ശരവണ ഭവനിൽ കിട്ടുന്ന കിഡിലൻ സാമ്പാറും ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇഡലിയുടെ കൂടെ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഡലി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവായും കഴുകി വൃത്തിയാക്കി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 6 മണിക്കൂർ കഴിഞ്ഞ് 3 സ്പൂൺ ചോറും ചേർത്ത് അരച്ച് തലേദിവസം രാത്രി വെച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഡലി പാത്രത്തിൻ്റെ എല്ലാ കുഴികളിലും ഓയിൽ പുരട്ടി കൊടുത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ അളവനുസരിച്ച് ഉണ്ടാക്കിയപ്പം ഒരു 22-24 ഇഡ്ഡലി ആയി കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്തുള്ളത് ചെറിയ ഇഡ്ഡലി പാത്രമാണ്. അതിൽ 3 തട്ടാണ് ഉള്ളത്. ഒരു ട്രിപ്പിൽ തന്നെ 12 ഇഡ്ഡലി ആയി കിട്ടുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആവി കയറി ഇഡ്ഡലി റെഡിയാവുന്നുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ച് നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചതാണ്. ചെറുതായതുകൊണ്ട് തന്നെ 2 ട്രിപ്പായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലോട്ട് 1/4 കപ്പ് കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പും 1/2 കപ്പോളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും, 3 പച്ചമുളകും, 6 വെളുത്തുള്ളി അല്ലിയും 1 കപ്പ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് ഒരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കാം. 4-5 വിസിൽ പോയാലും പ്രശ്നമില്ല. നന്നായി ഉടഞ്ഞു കിട്ടണം. അപ്പോഴത്തേക്കും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് തട്ട് പുറത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ച് അടർത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണിത്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് പരിപ്പൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. വിസിലൊക്കെ പോയി കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ചെയ്ത് പരിപ്പ് നന്നായി ഒരു തവി വെച്ച് ഉടച്ചെടുക്കാം. ഉടഞ്ഞത് കുറവാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. നന്നായി വെന്ത് ഉടഞ്ഞത് കാരണം ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവായും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും 4-5 ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടാക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനുള്ളതാണ്. ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. പൊടിച്ചെടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലുള്ള പീസ് വെല്ലവും ആവശ്യത്തിന് ഉപ്പും ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് താളിച്ചൊഴിച്ചു കൊടുക്കാം. മസ്റ്റായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി